ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന മോഡ്യൂളിലാണ്. അപ്പോൾ അതിലെ ബേസിക് കോൺസെപ്റ്റ് എല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നെക്സ്റ്റ് നമ്മൾ ഡി മോവിസ് തിയറം, ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ്, nth റൂട്ട്സ് ഓഫ് യൂണിറ്റി, ഇങ്ങനത്തുള്ള കോൺസെപ്റ്റാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, കോംപ്ലക്സ് നമ്പേഴ്സ് അതിൽ കുറച്ച് നിങ്ങൾക്കറിയാവുന്ന കുറച്ച് ബേസിക് റിസൾട്ട് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ആദ്യം ഞാൻ ഒന്ന് പറയാം. ഫസ്റ്റ് റിസൾട്ട് ഇതാണ്: AB whole raised to n is equal to A raised to n into B raised to n, and A raised to m whole raised to n is equal to A raised to mn, and also E raised to I theta is equal to cos theta plus I sin theta. Cos theta ആണ് ഈ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട്, സൈൻ theta ആണ് ഇമാജിനറി പാർട്ട്. ഓക്കെ, ഇനി ഡി മോവിസ് തിയറം നമുക്ക് നോക്കാം. ഡി മോവിസ് തിയറം പറയുന്നതാണ്: ഫോർ എനി ഇൻറ്റിജർ n വി ഹാവ് E raised to I theta whole raised to n is equal to E raised to I n theta. അതായത് ഏത് ഇൻറ്റിജർ n എടുത്താലും E raised to I theta whole raised to n എന്ന് പറയുന്നത് E raised to I n theta ആയിരിക്കും. E raised to I theta ദാണ്ട് ഇവിടെ കണ്ടെയാണ് cos theta plus I sin theta. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ cos theta plus, ദാറ്റ് ഈസ് ഈ ഒരു തിയറം നമുക്ക് എങ്ങനെ പറയാം? ഏത് ഇൻറ്റിജർ എന്നിനും cos theta plus I sin theta whole raised to n is equal to cos n theta plus I sin n theta. ഓക്കെ, ഇനി അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു റിമാർക്ക് പറയുന്നതെന്ന് പറഞ്ഞാൽ ഡി മോവിസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനാണ്. ഡി മോവിസ് തിയറത്തിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ കുറച്ചാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ആപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം. അതായത് നമ്മൾ +1 +2 നമ്മൾ കുറേ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ഏതൊക്കെയായിരുന്നു ഐഡൻറ്റിറ്റീസ്? cos സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ is equal to 1, cosec സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ is equal to 1, സി സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ is equal to 1. അങ്ങനെ കുറേ ഐഡൻറ്റിറ്റീസ്. ഇത് മാത്രമല്ല, കൂടാതെ കുറേ ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ഇതുപോലെ നമ്മൾ ഈ ഡി മോവിസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസിൻ്റെ പ്രൂഫ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസിൻ്റെ പ്രൂഫ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഫസ്റ്റ് ആപ്ലിക്കേഷൻ. നെക്സ്റ്റ് nth റൂട്ട്സ് ഓഫ് യൂണിറ്റി, പിന്നെ പോളിനോമിയൽ, അതായത് കോംപ്ലക്സ് റൂട്ടുള്ള പോളിനോമിയൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യുക അതൊക്കെയാണ് ഈ ഒരു ഡി മോവിസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഇത് മൂന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രൂഫ്സ് ഓഫ് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസും nth റൂട്ട് ഓഫ് യൂണിറ്റിയും നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പം നോക്കി മുന്നേയൊക്കെ ആയിട്ട് നമ്മൾ ബൈനോമിയൽ തിയറം എന്ന് പറഞ്ഞൊരു റിസൾട്ട് പഠിച്ചിരിക്കണം. ആക്ച്വലി ബൈനോമിയൽ തിയറം പറയുന്നതെന്ന് വെച്ചാൽ ഏത് ഇൻറ്റിജർ എടുത്താലും എന്താണ്, ഏത് ഇൻറ്റിജർ എടുത്താലും A + B ഹോൾ റേസ്ഡ് ടു n എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. A + B ഹോൾ റേസ്ഡ് ടു n എന്ന് പറയുന്നത് എന്താണ്? A + B ഹോൾ റേസ്ഡ് ടു n is equal to A raised to n plus NC1 into A raised to n minus 1 into B plus NC2 into A raised to n minus 2 into B2 plus etc. plus NCn minus 1 into A into B raised to n minus 1 plus B power n. അതായത് ഇവിടെ എയുടെ പവർ കൂടി വരിക, എയുടെ പവർ കുറഞ്ഞു വരുവാണ്. A raised to n ആയിരുന്നെങ്കിൽ പിന്നെ അത് A raised to n minus 1 ആയി, പിന്നെ A raised to n minus 2 ആയി, അവസാനം A ആയി. അവസാനം എയുടെ പവർ എന്തായി? 0 ആയി. അത് തൊട്ട് മുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എയുടെ പവർ എന്തായി? 0 ആയി. ഓക്കെ, പക്ഷേ ബിയുടെ പവർ ആണെങ്കിൽ ആദ്യം 0 ആയിരുന്നു. A raised to n കൂടെ ഒന്നുമില്ല, പക്ഷേ അവിടെ 1 ഉണ്ട്. 1 എന്ന് പറയുന്നത് B raised to 0 ആണ്. അപ്പോൾ ആദ്യം ബിയുടെ പവർ 0 ആയി, പിന്നെ 1 ആയി, പിന്നെ 2 ആയി, ലാസ്റ്റ് ആരായി? B raised to n ആയി പവർ. മനസ്സിലായി? അപ്പം A + B ഹോൾ റേസ്ഡ് ടു n എഴുതുമ്പോൾ ഫസ്റ്റ് വരുന്ന ടേമിൻ്റെ പവർ കുറഞ്ഞും സെക്കൻഡ് വരുന്ന ടേമിൻ്റെ പവർ കൂടിയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു റിലേഷനാണ് നമ്മൾ ഈ ഒരു ബൈനോമിയൽ തിയറത്തിൽ നമ്മൾ പറയുന്നത്. അതായത് ഏത് ഇൻറ്റിജർ n എടുത്താലും A + B ഹോൾ റേസ്ഡ് ടു n എന്താണ്? A raised to n plus NC1 into A raised to n minus 1 into B plus NC2 into A raised to n minus 2 into B square plus etc. plus NCn minus 1 into A into B raised to n minus 1 plus B raised to n. പിന്നെ നമുക്കറിയാവുന്ന കുറച്ച് റിസൾട്ടുകളാണ്. n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? n വരെയുള്ള നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 1 മുതൽ n വരെയുള്ള നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് n ഫാക്ടോറിയൽ is equal to 1 into 2 into 3 into etc. up to n. and NCR എന്ന് പറഞ്ഞാൽ എന്താ? n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ into n minus r ഫാക്ടോറിയൽ. NC0 1 ആണ്, NC1 n ആണ്, NCn എന്ന് പറയുന്നത് 1 ആണ്. പിന്നെ എന്താ, നിങ്ങൾക്ക് ബൈനോമിയൽ തിയറം ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ഫൈൻഡ് x + y ഹോൾ ക്യൂബ്. ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് എന്താ? 3 കൊടുത്താൽ മതി. അപ്പോൾ 3 കൊടുക്കുമ്പോൾ ഈ ഫോമുലയിൽ എയുടെ സ്ഥാനത്ത് എക്സും ബിയുടെ സ്ഥാനത്ത് വൈയും എൻ്റെ സ്ഥാനത്ത് 3യും കൊടുക്കും. നമുക്ക് എങ്ങനെ കിട്ടും? x³ plus 3c1 into x raised to 3 minus 1 into y plus 3c2 into x raised to 3 minus 2 into y square plus 3ct into x raised to 3 minus 3 into y³ അല്ലേ? x³ plus 3c1 എന്താ? nc1 n. അപ്പോൾ 3c1 3x² y plus nc2 എന്താണ് നമുക്ക് നോക്കാം. nc2 നമുക്ക് എന്താണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു? nc2 നമുക്ക്
അതായത് NC2 ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് 3 ആണ്. 3C2 നമുക്ക് എന്തെന്ന് കിട്ടി? 3 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 മൈനസ് 2 ഫാക്ടോറിയൽ. അത് ചെയ്ത് 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 1 ഇൻറ്റു 2. 3 മൈനസ് 2 ഫാക്ടോറിയൽ 1 ആണ്. 3 മൈനസ് 2 1 ആണ്. 3 മൈനസ് 2 ഫാക്ടോറിയൽ ആകുമ്പോൾ 1 ഫാക്ടോറിയൽ 1 ഫാക്ടോറിയൽ 1 ആണ്. സോ 3 ഫാക്ടോറിയൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3. അപ്പോൾ 1 ഇൻറ്റു 2 1 ഇൻറ്റു 2 ക്യാൻസലായി. ബാക്കി ആരുണ്ട്? 3/1 വിച്ച് ഈസ് 3. അപ്പോൾ 3C2 എന്താണെന്ന് നമുക്ക് മനസ്സിലായി മക്കളെ? 3 ആണെന്ന് മനസ്സിലായി ഇല്ലേ? അപ്പോൾ അതെല്ലാം അവിടെ കൊടുത്തു. 3C3 1 ആണ്. ദറ്റ് ഈസ് x³ പ്ലസ് 3x² പ്ലസ് 3xy² പ്ലസ് എന്തെന്ന് കിട്ടി നമുക്ക്? x⁻0 1 ആണ്. y³ എന്ന് പറഞ്ഞ് കിട്ടും. അതാണ് ഇവിടെ ആൻസർ വന്നിരിക്കുന്നത്. ഇനി ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് നമുക്ക് കണ്ടുപിടിക്കാം. സൈൻ 3 തീറ്റയും കോസ് 3 തീറ്റയും കോസ് തീറ്റയുടെയും സൈൻ തീറ്റയുടെയും ടേംസിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആ ഡിമോവിസ് തിയറം അങ്ങോട്ട് എഴുതി വെക്കണം. എന്താ ഡിമോവിസ് തിയറം? കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഹോൾ റേസ് ടു n ഇസ് ഈക്വൽ ടു കോസ് n തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് എന്താണ് കൊടുക്കേണ്ടത്? 3 കൊടുക്കണം. അപ്പോൾ എന്താവും? ഞാൻ തിരിച്ചെഴുതിയെന്നേ ഉള്ളൂ. ഈ ഐഡൻറ്റിറ്റി തന്നെ തിരിച്ചെഴുതിയെന്നേ ഉള്ളൂ. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ കോസ് 3 തീറ്റ പ്ലസ് ഐ സൈൻ 3 തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഹോൾ ക്യൂബ്. ഇനി എന്ത് ചെയ്യണം? ഇവിടെ ബൈനോമിയൽ എക്സ്പാൻഷൻ യൂസ് ചെയ്യണം. അതായത് a+b ഹോൾ റേസ് ടു n ഫോമിലല്ലേ ഇത്? അപ്പോൾ ബൈനോമിയൽ എക്സ്പാൻഷൻ യൂസ് ചെയ്യണം. എയുടെ സ്ഥാനത്ത് കോസ് തീറ്റ, ബിയുടെ സ്ഥാനത്ത് ഐ സൈൻ തീറ്റ, എന്നിൻ്റെ സ്ഥാനത്ത് 3 കൊടുക്കുമ്പോൾ കോസ് ക്യൂബ് തീറ്റ പ്ലസ് 3c1 ഇൻറ്റു കോസ് റേസ് ടു 3 മൈനസ് 1 തീറ്റ. കോസിൻ്റെ മുകളിൽ 3 മൈനസ് 1 താഴെ തീറ്റ ഇൻറ്റു ഐ സൈൻ തീറ്റ പ്ലസ് 3c2 ഇൻറ്റു കോസ് റേസ് ടു 3 മൈനസ് 2 തീറ്റ ഇൻറ്റു ഐ സൈൻ തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് 3c3 ഇൻറ്റു കണ്ടോ 3c3 ഇൻറ്റു കോസ് 3 മൈനസ് 3 തീറ്റ ഇൻറ്റു ഐ സൈൻ തീറ്റ ഹോൾ ക്യൂബ്. നമുക്കറിയാം 3c1 3 ആണ്. നമ്മൾ നേരത്തെ 3c2 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും 3 ആണ്. 3c1 എന്ന് പറയുന്നത് എന്താണ്? 3c1 3 ആണ്. 3c3 1 ആണ്. ഓക്കെ. അപ്പോൾ കോസ് ക്യൂബ് തീറ്റ പ്ലസ് 3 കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു ഐ സൈൻ തീറ്റ പ്ലസ് 3 കോസ് തീറ്റ ഇൻറ്റു ഓക്കെ ഐ സൈൻ തീറ്റ ഹോൾ സ്ക്വയർ എന്താവും? ഐ സൈൻ തീറ്റ ഹോൾ സ്ക്വയർ എന്താവും? ഐ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റയാവും. ഇവിടെ എന്ത് വരും? കോസ് റേസ് ടു 0 തീറ്റ ഇൻറ്റു ഐ സൈൻ തീറ്റ ഹോൾ ക്യൂബ് എന്താണ്? ഐ ക്യൂബ് ഇൻറ്റു സൈൻ ക്യൂബ് തീറ്റ എന്ന് പറഞ്ഞ് വരും. ഇനി എന്നാൽ നോക്കി കോസ് ക്യൂബ് തീറ്റ പ്ലസ് 3i കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ പിന്നെ ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1 ആണ്. അത് സൈഡിൽ നോട്ട് ചെയ്തോളൂ. ഇനി നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇനി ഐ ക്യൂബും വേണം ഐ സ്ക്വയറും വേണം. ഐ എന്ന് പറയുന്നത് റൂട്ട് -1 ആണ്. അപ്പം ഐ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഐ ഇൻറ്റു ഐ അല്ലേ? അതിന് 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഐ സ്ക്വയർ. അപ്പോൾ റൂട്ട് -1 ഇൻറ്റു റൂട്ട് -1 എന്തിട്ട് നമുക്ക് -1 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഐ സ്ക്വയർ എന്താ? -1. അപ്പോൾ ഇതൊരു സൈഡിൽ നോട്ട് ചെയ്തോണം കേട്ടോ. ഇനി അതേപോലെ ആരെ കണ്ടുപിടിക്കാം നമുക്ക്? ഐ ക്യൂബ്. ഐ ക്യൂബ് എന്ന് പറയുന്നത് ഐ സ്ക്വയർ ഇൻറ്റു ഐ ആണ്. ഡോട്ടിന് മൾട്ടിപ്ലിക്കേഷനാണ് ഡോട്ട് ഇട്ടത്. ഇവിടെ കുഴപ്പമില്ല, ഇത് കോംപ്ലക്സ് നമ്പർ അല്ലേ. ഐ സ്ക്വയറിന് എന്ത് കിട്ടും? -1. ഐ സ്ക്വയർ എന്താണെന്ന് തൊട്ട് മുന്നേ മനസ്സിലാക്കി. -1 ഇൻറ്റു ഐ ഈക്വൽ ടു -i. ഇത് രണ്ടും സൈഡിൽ നോട്ട് ചെയ്ത് കിട്ടണം. അപ്പോൾ ഐ സ്ക്വയർ -1 ഐ ക്യൂബ് -i അത് രണ്ടും ഇവിടെ കൊടുക്കുന്നു. ഓക്കെ. കൊടുക്കുമ്പോഴത്തേക്കിന് നമുക്ക് കോസ് ക്യൂബ് തീറ്റ പ്ലസ് 3i കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ പ്ലസ് 3 ഇൻറ്റു -1 ഇൻറ്റു കോസ് തീറ്റ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് ഐ സൈൻ ക്യൂബ് തീറ്റ എന്ന് പറഞ്ഞ് വരും. ദറ്റ് ഈസ് കോസ് ക്യൂബ് തീറ്റ പ്ലസ് 3i കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ മൈനസ് 3 കോസ് തീറ്റ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് ഐ സൈൻ ക്യൂബ് തീറ്റ എന്ന് പറഞ്ഞ് വരും. ഇതിനകത്ത് ഐ ഉള്ള ടേംസിനെ എല്ലാം ഗ്രൂപ്പ് ചെയ്യുന്നു. ഐ ഉള്ള ടേംസിനെ ഗ്രൂപ്പ് ചെയ്യുന്നു. ഐ ഇല്ലാത്ത ടേംസിനെ ഗ്രൂപ്പ് ചെയ്യുന്നു. ഐ ഇല്ലാത്ത ടേംസ് ആരൊക്കെയാണ്? കോസ് ക്യൂബ് തീറ്റ 3 കോസ് തീറ്റ സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ ആ 2 ടേംസ് അല്ലേ ഉള്ളൂ. ഐ ഉള്ള ടേംസ് ഇതാണ്, ഇത് രണ്ടുമാണ്. അതിനെ ഗ്രൂപ്പ് ചെയ്തു. അതിനകത്ത് കോമൺ ഫാക്ടർ ഐ പുറത്തെടുത്തു. ഓക്കെ. ഇനി നമ്മളൊന്നും കൂടെ എഴുതുവാണ്. ദാറ്റ് ഈസ് ഒന്നും കൂടെ നമ്മൾ കൺക്ലൂഡ് ചെയ്തിരുന്നു. കോസ് 3 തീറ്റ പ്ലസ് ഐ സൈൻ 3 തീറ്റ നമുക്കിപ്പം ഗ്രൂപ്പ് ചെയ്ത് എഴുതിയപ്പോൾ ഇങ്ങനെ കിട്ടി. തൊട്ട് മുകളിൽ എഴുതിയതുപോലെ തന്നെ കിട്ടി. ഇനി നമ്മൾ കോസ് 3 തീറ്റയും സൈൻ 3 തീറ്റയിലേ കണ്ടുപിടിക്കുന്നത്. കോസ് 3 തീറ്റ എന്താ? ഈ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ടിലാണ് കോസ് 3 തീറ്റ കിടക്കുന്നത്. ഈ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഇമാജിനറി പാർട്ടിലാണ്, അതായത് ഈ ഒരു ഞാൻ റൗണ്ട് ഇട്ടിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ ഇമാജിനറി പാർട്ടിലാണ് സൈൻ 3 തീറ്റ കിടക്കുന്നത്. അപ്പോൾ അത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഇക്വേഷന് റിയൽ പാർട്ടും ഇമാജിനറി പാർട്സും ഇക്വേറ്റ് ചെയ്യണം. ഇല്ലേ? 2 കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആണ്. ഇതും ഒരു കോംപ്ലക്സ് നമ്പറാണ്. ലെഫ്റ്റ് സൈഡിൽ ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്, റൈറ്റ് സൈഡിൽ ഒരു കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്.
അത് രണ്ടും ഈക്വൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിയൽ പാർട്ട് പരസ്പരം ഈക്വൽ ആവും, ഇമാജിനറി പാർട്ട് പരസ്പരം ഈക്വൽ ആവും. അപ്പോൾ നമുക്കത് ഇക്വേറ്റ് ചെയ്യാം. ഇതിൻ്റെ റിയൽ പാർട്ട് കോസ് 3 തീറ്റ, ഇവിടുത്തെ റൈറ്റ് സൈഡിൻ്റെ റിയൽ പാർട്ട് കോസ് ക്യൂബ് തീറ്റ മൈനസ് 3 കോസ് തീറ്റ സൈൻ സ്ക്വയർ തീറ്റ, ആൻഡ് ലെഫ്റ്റ് സൈഡിൻ്റെ ഇമാജിനറി പാർട്ട് സൈൻ 3 തീറ്റ, ആൻഡ് റൈറ്റ് സൈഡിൻ്റെ ഇമാജിനറി പാർട്ട് 3 കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ ക്യൂബ് തീറ്റ ആണല്ലോ. ഇനി ഐഡൻറ്റിറ്റീസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഐഡൻറ്റിറ്റീസ് എല്ലാം കൂടി ഒരു ഫസ്റ്റ് മോഡ്യൂളിൻ്റെ അവിടെ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. ഐഡൻറ്റിറ്റീസ് ഏതൊക്കെയാണ്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷനിലൊരു സൈൻ സ്ക്വയർ തീറ്റയുണ്ട്, സെക്കൻഡ് ഇക്വേഷനിലൊരു കോസ് സ്ക്വയർ തീറ്റയുണ്ട്. അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് സൈൻ സ്ക്വയർ തീറ്റയും കോസ് സ്ക്വയർ തീറ്റയും കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണെങ്കിൽ നിങ്ങൾക്ക് സൈൻ സ്ക്വയർ തീറ്റ എന്ത് കിട്ടും? കോസ് സ്ക്വയർ തീറ്റ പുറത്ത് പോകുമ്പോൾ എന്ത് കിട്ടും? 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. ആൻഡ് കോസ് സ്ക്വയർ തീറ്റ എന്ത് കിട്ടും? മുകളിലത്തെ ഇക്വേഷനിൽ നിന്ന് കോസ് സ്ക്വയർ തീറ്റ എന്ത് കിട്ടും? 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അത് രണ്ടും ഈ ഓരോ ഇക്വേഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഇക്വേഷനിൽ സൈൻ സ്ക്വയർ തീറ്റയുടെ സ്ഥാനത്ത് നമ്മൾ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ അങ്ങോട്ട് എഴുതുക. എന്തായിരുന്നു ഫസ്റ്റ് ഇക്വേഷൻ? കോസ് ക്യൂബ് തീറ്റ മൈനസ് 3 കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ. അവിടെ സൈൻ സ്ക്വയർ തീറ്റയുടെ സ്ഥാനത്ത് നമ്മൾ ആരെ കൊടുക്കുന്നു? 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റേനെ കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നത്? മൈനസ് 3 കോസ് തീറ്റ ഈ ബ്രാക്കറ്റിനകത്തോട്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ കോസ് ക്യൂബ് തീറ്റ മൈനസ് 3 കോസ് തീറ്റയാണ്. അപ്പം മൈനസ് 3 കോസ് തീറ്റ ഇൻറ്റു 1 മൈനസ് 3 കോസ് തീറ്റ മൈനസ് 3 കോസ് തീറ്റ ഇൻറ്റു മൈനസ് കോസ് സ്ക്വയർ തീറ്റ, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 3 ഇൻറ്റു കോസ് തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ എന്താവും? കോസ് തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ കോസ് ക്യൂബ് തീറ്റ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഒരു കോസ് ക്യൂബ് തീറ്റയുണ്ട്, ഇവിടെ ഒരു കോസ് ക്യൂബ് തീറ്റയുണ്ട്. 3 കോസ് ക്യൂബ് തീറ്റ പ്ലസ് കോസ് ക്യൂബ് തീറ്റ എന്ത് വരും? 4 കോസ് ക്യൂബ് തീറ്റ. പിന്നെ ഇവിടെ ബാക്കി കിടക്കുന്ന മൈനസ് 3 കോസ് തീറ്റ. അപ്പോൾ നമുക്ക് കോസ് 3 തീറ്റ കിട്ടിയേ. ഇതല്ലേ നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള ഐഡൻറ്റിറ്റി. പണ്ട് ട്രിഗണോമെട്രിയിൽ നമ്മൾ ഇതുപോലൊരു ഐഡൻറ്റിറ്റി പഠിച്ചിട്ടില്ലേ? അതാണ് ഇപ്പോൾ നമ്മൾ ഡി മോവിസ് തിയറം വെച്ച് കണ്ടുപിടിച്ചത്. ഇതേപോലെ സൈൻ 3 തീറ്റയും കിട്ടും. സൈൻ 3 തീറ്റ എന്ന് പറയുന്നത് എന്താ? 3 കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് സൈൻ ക്യൂബ് തീറ്റ എന്ന് പറഞ്ഞ് കിട്ടി. കോസ് സ്ക്വയർ തീറ്റയുടെ ഫോമുല കയ്യിൽ ഇരിപ്പുണ്ട്, അത് ഇവിടെ അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ 3 ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് സൈൻ ക്യൂബ് തീറ്റ. ഈ പുറത്ത് കിടക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് മക്കളെ? പുറത്ത് കിടക്കുന്ന ആൾക്കാർ ഇതാണ്ട് ഈ 3യും സൈൻ തീറ്റയാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 സൈൻ തീറ്റ ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ മൈനസ് സൈൻ ക്യൂബ് തീറ്റ. ഇനി 3 സൈൻ തീറ്റനെ ഈ അകത്തോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 സൈൻ തീറ്റ ഇൻറ്റു 1 3 സൈൻ തീറ്റ, 3 സൈൻ തീറ്റ ഇൻറ്റു മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ത് വരും? മൈനസ് 3 എന്ത് വരും? സൈൻ തീറ്റ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ എന്ത് വരും? സൈൻ ക്യൂബ് തീറ്റ മൈനസ് സൈൻ ക്യൂബ് തീറ്റ എന്ന് പറഞ്ഞ് വരും ഇല്ലേ? ഇവിടെ ഒരു സൈൻ ക്യൂബ് തീറ്റയുണ്ട്, ഇവിടെ ഒരു സൈൻ ക്യൂബ് തീറ്റയുണ്ട്. മൈനസ് സൈൻ ക്യൂബ് തീറ്റയും മൈനസ് 3 സൈൻ ക്യൂബ് തീറ്റയും എന്ത് വരും? മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ. കൂടെ റിമൈനിങ് വരുന്ന ആരെയാണ്? ഒരു പ്ലസ് 3 സൈൻ തീറ്റ. അപ്പോൾ സൈൻ 3 തീറ്റ എന്ത് കിട്ടും? 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? ഇനി അടുത്തൊരു റിമാർക്കിലോട്ട് കിടക്കാം. നമ്മൾ ഇസഡ് ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ എടുക്കുന്നു. ഇ റേസ് ടു ഐ തീറ്റ നമുക്ക് എന്താണെന്ന് അറിയാം? കോസൈൻ തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ അല്ലേ? അങ്ങനെയെങ്കിൽ ഇസഡ് റേസ് ടു എന്നും 1 ബൈ ഇസഡ് റേസ് ടു എന്നും ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോയി. ഇസഡ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇസഡ് ആരാ? ഇ റേസ് ടു ഐ തീറ്റ ഹോൾ റേസ് ടു എൻ. ഇ റേസ് ടു ഐ തീറ്റ ആരായിരുന്നു? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഹോൾ റേസ് ടു എൻ. ഡി മോവിസ് സീറോ അപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്ത് കിട്ടും നമുക്ക്? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഹോൾ റേസ് ടു എൻ എന്ത് കിട്ടും നമുക്ക്? കോസൈൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ. ഓക്കെ, അത്രയും കിട്ടിയല്ലോ. ഇതേപോലെ 1 ബൈ ഇസഡ് റേസ് ടു എൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കറിയാവുന്ന കാര്യമാണ് എ ബൈ ബി ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എന്താണ്? എ റേസ് ടു എൻ ബൈ ബി റേസ് ടു എൻ അല്ലേ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 1 ബൈ ഇസഡ് ഹോൾ റേസ് ടു എൻ നമുക്ക് എന്ത് കിട്ടും? 1 റേസ് ടു എൻ ബൈ ഇസഡ് റേസ് ടു എൻ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും അല്ലേ? 1 റേസ് ടു എൻ എന്ത് തന്നെ? 1 തന്നെ. ദാറ്റ് ഇസ് 1 ബൈ ഇസഡ് റേസ് ടു എൻ. കിട്ടിയല്ലോ. അപ്പോൾ 1 ബൈ ഇസഡ് റേസ് ടു എൻ ഇസ് ഇക്വൽ ടു 1 ബൈ ഇസഡ് റേസ് ടു എൻ. ഇസഡ് ആരായിരുന്നു? ആരായിട്ട് എടുത്തത്? ഇ റേസ് ടു ഐ തീറ്റ. ദാറ്റ് ഈസ് 1 ബൈ ഇ റേസ് ടു ഐ തീറ്റ ഹോൾ റേസ് ടു എൻ. നമുക്കറിയാം 1 ബൈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഇൻവേഴ്സ്. അപ്പം 1 ബൈ ഇ റേസ് ടു ഐ തീറ്റ ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എന്താ? ഇ റേസ് ടു ഐ തീറ്റ റേസ് ടു -1. ഇവിടെ പവർ 1 ആയിരുന്നു, അപ്പം ഇതിനെ ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുപോകുമ്പോൾ -1. ഇവിടെ പവർ n ആയിരുന്നു, അപ്പം ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുപോകും -n. ക്ലിയർ ആയല്ലോ? അപ്പം നമുക്ക് എന്ത് കിട്ടും? എന്നറിയോ? അപ്പം കോസ് തീറ്റ പ്ലസ് ഇ റേസ് ടു ഐ തീറ്റ എന്തായിരുന്നു? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഹോൾ റേസ് ടു -n. അപ്പം ഡി മോവിസ് തിയറം വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? കോസ് ഓഫ് -n തീറ്റ. അപ്പം നിങ്ങൾ വിചാരിക്കും കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഹോൾ റേസ് ടു n ആകുമ്പോഴല്ലേന്ന്. നമ്മൾ ഡി മോവിസ് തിയറം പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയായിരുന്നു n ഏത് ഇൻറ്റിജർ വേണമെങ്കിലും ആവും, പോസിറ്റീവോ നെഗറ്റീവോ. ഈ പവർ പോസിറ്റീവോ നെഗറ്റീവോ ആവാം. നമ്മളേ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഹോൾ റേസ് ടു n എന്ന് പറയുമ്പോൾ ആ പവർ n എന്ന് പറയുന്ന പോസിറ്റീവ് നമ്പറോ നെഗറ്റീവ് നമ്പറോ സീറോയോ ആവും, കുഴപ്പമില്ല. ഏത് ഇൻറ്റിജർ എന്നിനും ഡി മോവിസ് തിയറം ഹോൾഡ് ചെയ്യും. അപ്പം നമുക്ക് എന്ത് കിട്ടും? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഹോൾ റേസ് ടു n ആണെങ്കിൽ കോസിൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ. ഇവിടെ റേസ് ടു -n ആയതുകൊണ്ട് കോസ് ഓഫ് -n തീറ്റ പ്ലസ് ഐ സൈൻ എൻ
ഐ സൈൻ മൈനസ് എൻ തീറ്റ. ഡി മോവിസ് തിയറം തന്നെ നമ്മളിവിടെയും അപ്ലൈ ചെയ്തു. ഡി മോവിസ് തിയറം ആണ് ഇവിടെ അപ്ലൈ ചെയ്തത് കേട്ടോ. നെഗറ്റീവ് പവർ വന്നതേ ഉള്ളൂ, സെയിം ഡി മോവിസ് തിയറം തന്നെ അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റയാണ്, സൈൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. അപ്പം കോസ് ഓഫ് മൈനസ് എൻ തീറ്റ എന്ത് വരും? കോസ് എൻ തീറ്റ. ഇവിടെ ആർഗ്യുമെൻറ്റിൻ്റെ സ്ഥാനത്ത് മൈനസ് എൻ തീറ്റ ആണെന്നേ ഉള്ളൂ. അപ്പം സൈൻ ഓഫ് മൈനസ് എൻ തീറ്റ എന്ത് വരും? മൈനസ് സൈൻ എൻ തീറ്റ. ദറ്റ് ഈസ് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആവും, ദറ്റ് ഈസ് മൈനസ് ഐ സൈൻ എൻ തീറ്റ എന്ന് വരും. അപ്പോൾ നമുക്ക് ഇസഡ് റേസ് ടു എന്നും കിട്ടി, 1/z റേസ് ടു എന്നും കിട്ടി. അങ്ങനെയെങ്കിൽ ഇസഡ് റേസ് ടു എൻ പ്ലസ് 1/z റേസ് ടു എൻ എന്ത് കിട്ടും എന്ന് നോക്കാം. ഓക്കെ, ഇസഡ് റേസ് ടു എൻ എന്തായിരുന്നു മക്കളെ? കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ അല്ലയോ? 1/z റേസ് ടു എൻ എന്തായിരുന്നു? കോസ് എൻ തീറ്റ മൈനസ് ഐ സൈൻ എൻ തീറ്റ അല്ലയോ? ഇത് നമ്മൾ ആഡ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ പ്ലസ് കോസ് എൻ തീറ്റ മൈനസ് ഐ സൈൻ എൻ തീറ്റ. ഇവിടെ ഈ പ്ലസ് ഐ സൈൻ എൻ തീറ്റയും മൈനസ് ഐ സൈൻ എൻ തീറ്റയും ക്യാൻസലായി. കോസ് എൻ തീറ്റ പ്ലസ് കോസ് എൻ തീറ്റ എന്ത് കിട്ടും? 2 കോസ് എൻ തീറ്റ. അതായത് ഇപ്പം നമുക്ക് കിട്ടി ഇസഡ് റേസ് ടു എൻ പ്ലസ് 1/z റേസ് ടു എൻ എന്ന് പറയുന്നത് 2 കോസ് എൻ തീറ്റ എന്ന് എഴുതും. അല്ലെങ്കിൽ കോസ് എൻ തീറ്റ ഈ 2 ഇപ്പുറം കൊണ്ടുപോകുമ്പോൾ 2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ആൾ ഇപ്പുറം പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. അല്ലെങ്കിൽ നമുക്ക് കോസ് എൻ തീറ്റ എന്ന് പറയാം 1/2 ഇൻറ്റു ഇസഡ് റേസ് ടു എൻ പ്ലസ് 1/z റേസ് ടു എൻ. കാണാതെ പഠിക്കണം. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് ഇസഡ് റേസ് ടു എന്നിൻ്റെയും 1/z റേസ് ടു എന്നിൻ്റെയും ഡിഫറൻസ് നോക്കാം. ഇസഡ് റേസ് ടു എൻ നമ്മൾ തുടക്കത്തിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, എന്താ? കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ. 1/z റേസ് ടു എൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കോസ് എൻ തീറ്റ മൈനസ് ഐ സൈൻ എൻ തീറ്റ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ എന്താ? ഇവിടെ ഒരു മൈനസ് ഉണ്ട്, മൈനസ് അകത്തോട്ട് കൊടുത്തോണം. മറ്റേടത്ത് പ്ലസ് ആയിരുന്നു. കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്, അപ്പോൾ മൈനസ് കോസ് എൻ തീറ്റ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ഐ സൈൻ എൻ തീറ്റ. അപ്പോൾ എന്താ? ഇത് രണ്ടും ക്യാൻസലായിപ്പോയി. പോയിട്ട് ബാക്കി എന്ത് കിട്ടും? 2i സൈൻ എൻ തീറ്റ. അതായത് നമുക്ക് ഇസഡ് റേസ് ടു എൻ മൈനസ് 1/z റേസ് ടു എൻ നമുക്ക് എന്ത് കിട്ടും? 2i സൈൻ എൻ തീറ്റ. ഈ 2i കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ അത് ഇപ്പുറത്തോട്ട് സമത്തിന് ഇപ്പുറം കൊണ്ടുവരാമല്ലോ. സമത്തിന് ഇപ്പുറം കൊണ്ടുവരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് ഡിവൈഡ് ആവും. അതായത് സൈൻ എൻ തീറ്റ എന്ന് പറയുന്നത് 1/2i ഇൻറ്റു ഇസഡ് റേസ് ടു എൻ ബൈ 1/z റേസ് ടു എൻ എന്ന് പറഞ്ഞ് കിട്ടും. ക്ലിയർ ആയോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഈ ഇത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ കോസ് ക്യൂബ് തീറ്റ ഇൻ ടേംസ് ഓഫ് കോസ് 3 തീറ്റ ആൻഡ് കോസ് തീറ്റ. അതായത് കോസ് ക്യൂബ് തീറ്റയുടെ എക്സ്പ്രഷൻ, കോസ് ക്യൂബ് തീറ്റേനെ കോസ് 3 തീറ്റയുടെയും കോസ് തീറ്റയുടെയും ടേംസിൽ എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തൊട്ട് പഠിച്ച 2 ഇക്വേഷൻസ് യൂസ് ചെയ്യും. ഈ 2 ഇക്വേഷൻസ് നമുക്കറിയാം. ഇസഡ് റേസ് ടു എൻ പ്ലസ് 1/z റേസ് ടു എൻ എന്ന് പറയുന്നത് എന്താ? 2 കോസ് എൻ തീറ്റ. ആൻഡ് ഇസഡ് റേസ് ടു എൻ മൈനസ് 1/z റേസ് ടു എൻ എന്താ? 2i സൈൻ തീറ്റ. കോസ് ക്യൂബ് തീറ്റേനെ കോസ് തീറ്റയുടെയും സൈൻ തീറ്റയുടെയും കോസ് 3 തീറ്റയുടെയും കോസ് തീറ്റയുടെയും ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻസിൽ എന്നിന് എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. ഫസ്റ്റ് ഇക്വേഷനിൽ എന്നിന് 1 കൊടുക്കുമ്പോൾ ഇസഡ് പ്ലസ് 1/z ഇസ് ഈക്വൽ ടു 2 കോസ് 1 തീറ്റ, ദറ്റ് ഈസ് 2 കോസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ നമുക്ക് എന്ത് കിട്ടും? 2 ഇപ്പുറം പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. ദറ്റ് ഈസ് 1/2 ഇൻറ്റു ഇസഡ് പ്ലസ് 1/z. ക്ലിയർ? അതേപോലെ ഈ ഇക്വേഷനിലും എന്ത് കൊടുക്കണം? ഇതിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ ഇസഡ് മൈനസ് 1/z ഇസ് ഈക്വൽ ടു 2i സൈൻ ഓഫ് 1 തീറ്റ, ദറ്റ് ഈസ് 2i സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഈ 2i ഇപ്പുറം പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. കാരണം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയല്ലേ. അപ്പോൾ ദറ്റ് ഈസ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 1/2i ഇൻറ്റു ഇസഡ് മൈനസ് 1/z എന്ന് പറഞ്ഞ് കിട്ടും. ആണല്ലോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് കോസ് തീറ്റയുണ്ട്, സൈൻ തീറ്റയുണ്ട്. നമുക്ക് ആരെ കണ്ടുപിടിക്കുന്നത്? കോസ് ക്യൂബ് തീറ്റ. കോസ് തീറ്റേനെ ക്യൂബ് എടുക്കുമ്പോഴല്ലേ കോസ് ക്യൂബ് തീറ്റ വരുന്നത്. സോ നമുക്ക് ഈ ഒരു ഫോർമുല മാത്രം മതി ഇവിടുത്തെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ. ഓക്കെ, അപ്പം നമുക്ക് കോസ് ക്യൂബ് തീറ്റയാണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം കോസ് ക്യൂബ് തീറ്റ എന്ന് വെച്ചാൽ എന്താ? കോസ് തീറ്റേനെ ക്യൂബ് ചെയ്യുമ്പോഴാണ് കോസ് ക്യൂബ് തീറ്റ വരുന്നത്. പക്ഷേ കോസ് തീറ്റ ആരായിരുന്നു? ദാണ്ട് ഇവിടെ എന്തായിരുന്നു? കോസ് തീറ്റ ആരായിരുന്നു? 1/2 ഇൻറ്റു ഇസഡ് പ്ലസ് 1/z ഹോൾ ക്യൂബ്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് കിട്ടും എന്നറിയാമോ? 1/2 ഇൻറ്റു ഇസഡ് പ്ലസ് 1/z ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞ് കിട്ടി അല്ലേ? നമുക്കറിയാം a ഇൻറ്റു ബി ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ a റേസ് ടു എൻ ഇൻറ്റു ബി റേസ് ടു എൻ. അപ്പോൾ ഇതിന് എങ്ങനെ എഴുതാം? 1/2 ഹോൾ ക്യൂബ് ഇൻറ്റു ഇസഡ് പ്ലസ് 1/z ഹോൾ ക്യൂബ്. 1/2 ഹോൾ ക്യൂബ് എന്താ? 1/8. ഇനി a പ്ലസ് ബി ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ a ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് b ക്യൂബ്. ഇവിടെ എയുടെ സ്ഥാനത്ത് ഇസഡും ബിയുടെ സ്ഥാനത്ത് 1/z വേണം. അപ്പോൾ ഈ ഒരു ഫോമുല അതേപോലെ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1/8 ഇൻറ്റു ഇസഡ് ക്യൂബ് പ്ലസ് 3z സ്ക്വയർ ഇൻറ്റു 1/z പ്ലസ് 3z ഇൻറ്റു 1/z സ്ക്വയർ പ്ലസ് 1/z ക്യൂബ്. ഓക്കെ, ഇവിടെ ഒരു ഇസഡും ഡിനോമിനേറ്ററിലും ഒരു ഇസഡ് ഉണ്ട്, ന്യൂമറേറ്ററിലും ഒരു ഇസഡ് ഉണ്ട്. ക്യാൻസലായി പോയിട്ട് 3z എന്ന് വരും സെക്കൻഡ് ടൈം. ഇവിടെ ന്യൂമറേറ്ററിലും ഒരു ഇസഡ് ഉണ്ട്, ഡിനോമിനേറ്ററിലും ഒരു ഇസഡ് ഉണ്ട്. ക്യാൻസലായി പോയിട്ട് 3/z, 3 ഇൻറ്റു 1/z, ദാറ്റ് ഈസ് 3/z എന്ന് വരുന്നത് തേർഡ് ടൈം. ഫസ്റ്റ് ടൈം ഇസഡ് ക്യൂബ്, ലാസ്റ്റ് ടൈം ഇസഡ് ക്യൂബ് ആണല്ലോ. ഇതിൽ 3 ഈ 2 ടൈമിലും ഞാൻ ഈ ഡോട്ട് ഇട്ടേക്കുന്ന 2 ടൈമിലും 3 ഉണ്ടല്ലോ. അപ്പോൾ അതിനെ ഒരുമിച്ച് എഴുതുന്നു. 3 ഇല്ലാത്ത ടൈമിനെ ഒരുമിച്ച് എഴുതുന്നു.
സെഡ് ക്യൂബിനെയും 1/z ക്യൂബിനെയും ഒരുമിച്ച് എഴുതുന്നു. ദാറ്റ് ഈസ് 1/8 ഇൻറ്റു സെഡ് ക്യൂബ് പ്ലസ് 1/z ക്യൂബ് പ്ലസ് ഇന്ന് അടുക്കുള്ള രണ്ട് ടേംസിലും 3 ഉണ്ട്. 3 ഫസ്റ്റ് ടൈമിൽ നിന്ന് 3 പുറത്തെടുക്കാൻ ബാക്കി ആരുണ്ട് ഇവിടെ z. സെക്കൻഡ് ടൈമിൽ നിന്ന് 3 പുറത്തെടുക്കാൻ ബാക്കി ആരുണ്ട് ഇവിടെ 1/z. ഇങ്ങനെ കിട്ടും. ഈ സ്റ്റെപ്പ് ക്ലിയർ ആയല്ലോ. ഇനി എന്താ z ക്യൂബ് പ്ലസ് 1/z ക്യൂബ് എന്താണെന്ന് നോക്കി. z⁻n പ്ലസ് 1/z⁻n എന്ന് പറഞ്ഞാൽ 2 cos n തീറ്റ. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 3 കൊടുത്ത് നോക്കി. അപ്പോൾ നമുക്ക് z ക്യൂബ് പ്ലസ് 1/z ക്യൂബ് കിട്ടത്തില്ല. അപ്പം z ക്യൂബ് പ്ലസ് 1/z ക്യൂബ് എന്താ 2 cos 3 തീറ്റ. ഇവിടെ അതേപോലെ z പ്ലസ് 1/z കണ്ടുപിടിക്കണ്ടേ. z പ്ലസ് 1/z എന്താ ഈ ഫോമുലയിൽ എന്നിന് എന്ത് കൊടുക്കണം 1 കൊടുക്കണം. ദാറ്റ് ഈസ് z പ്ലസ് 1/z ഇസ് ഈക്വൽ ടു 2 cos 1 തീറ്റ. ദാറ്റ് ഈസ് 2 cos തീറ്റ. അപ്പോൾ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും 1/8 ഇൻറ്റു 2 cos 3 തീറ്റ പ്ലസ് 3 ഇൻറ്റു 2 cos തീറ്റ. ക്ലിയർ ആയോ? ഇനി നോക്കിക്കോ 1/8 ഇൻറ്റു 2 cos 3 തീറ്റ. അപ്പം 2 4s are 8. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു 4 വരും. ഇവിടെ 2 ക്യാൻസൽ ആകുമ്പോൾ 4 2s are 8 ആൻഡ് 3 2s are 6. അപ്പോൾ എന്ത് ഇവിടെ വരും 1/4 ഇൻറ്റു cos തീറ്റ. ഇവിടെ 3/4 ഇൻറ്റു cos തീറ്റ എന്ന് പറഞ്ഞ് വരും. 1/4 ഇൻറ്റു cos 3 തീറ്റ പ്ലസ് 3/4 ഇൻറ്റു cos തീറ്റ എന്ന് പറഞ്ഞ് വരും. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത നമുക്ക് എന്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റി നമുക്ക് പഠിക്കാം. അപ്പം നമുക്ക് cos ക്യൂബ് തീറ്റ നമ്മൾ എങ്ങനെ എഴുതി 1/4 cos 3 തീറ്റ പ്ലസ് 3/4 cos തീറ്റ. അതായത് cos ക്യൂബ് തീറ്റനെ cos 3 തീറ്റയുടെയും cos തീറ്റയുടെയും ടേംസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്തു. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഓൾജിബ്രയാണ് അടുത്ത പഠിക്കാൻ പോകുന്നത്. സിമ്പിളാണ്. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഓൾജിബ്ര പറയുന്നത് പറഞ്ഞാൽ n ഡിഗ്രി ഉള്ളൊരു പോളിനോമിയൽ മാക്സിമം എത്ര റൂട്ട്സ് വരത്തുള്ളൂ n റൂട്ട്സ്. അതായത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണെങ്കിൽ അതിന് 2 റൂട്ട്, തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആണെങ്കിൽ 3 റൂട്ട്, ഫോർത്ത് ഡിഗ്രി ആണെങ്കിൽ 4 റൂട്ട്, അങ്ങനെ nth ഡിഗ്രി പോളിനോമിയൽ ആകുമ്പോൾ n റൂട്ട്സ്. അതാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഓൾജിബ്ര പറയുന്നത്. നമുക്കറിയാം z² 1 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ റൂട്ട് എന്താ z +or-1 ഇല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ z⁻n = 1 എന്ന് പറയുന്ന ഒരു ജനറൽ ഇക്വേഷൻ നമ്മൾ എടുക്കുന്നു. അതിൻ്റെ റൂട്ട്സാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിൻ്റെ റൂട്ട്സിനെയാണ് എന്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു ഇക്വേഷനെ നമ്മൾ റീറൈറ്റ് ചെയ്യുന്നു. ദറ്റ് ഈസ് z⁻n = e2ikπ എന്നും പറഞ്ഞ് നമ്മൾ എഴുതുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 1 എങ്ങനെ 2ikπ ആയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അതിൻ്റെ അത് ഞാൻ ചെയ്തു തരാം. വേണമെങ്കിൽ സൈഡിലോട്ട് എഴുതിയിട്ടോ. e2ikπ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം e2i2k എന്ന് എഴുതാമല്ലോ അല്ലേ. നമുക്കറിയാം e⁻i എന്ന് പറയുന്നത് എന്താ cos തീറ്റ പ്ലസ് സൈൻ തീറ്റ. ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് 2kπ ആണ്. സോ cos 2kπ പ്ലസ് സൈൻ 2kπ. ഓക്കെ. cos nπ, cos 2π, cos 4π അതൊക്കെ എന്താ 1 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സൈൻ nπ എന്ന് പറഞ്ഞാൽ എന്താ 0 ആണ്. അപ്പം 1 + 0 നമുക്ക് എന്ത് കിട്ടും ആൻസർ 1 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ. അതുകൊണ്ട് നമുക്ക് 1നെ റീപ്ലേസ് ചെയ്ത് നമുക്ക് ആരെ എഴുതാം e2ikπ എന്നും പറഞ്ഞ് എഴുതാം. ക്ലിയർ ആയല്ലോ. ഒന്ന് എഴുതിയെടുത്തു. പോസ് ചെയ്തിട്ട് എഴുതിയെടുത്തു കേട്ടോ. അപ്പം നോക്കിയേ നമുക്ക് മനസ്സിലായി. അപ്പം 1നെ റീപ്ലേസ് ചെയ്ത് നമുക്ക് എന്ത് എഴുതാം e2ikπ. അപ്പം നമ്മൾ ഇക്വേഷൻ എങ്ങനെ z⁻n = 1 എങ്ങനെ z⁻n = e2ikπ എന്നാവും ആണല്ലോ. z e2ikπ ആണെങ്കിൽ z എന്ത് വരും z e2ikπ (1/n) അല്ലേ. ഇതിനെങ്ങനെ എഴുതാം e⁻m എന്താ em അല്ലേ. അപ്പോൾ e2ikπ/n അങ്ങനെ വരത്തില്ലേ. പവറിലാണ് a/n വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ പവറിലുള്ള 2ikπ (n) എന്നും പറഞ്ഞ് വരും ആണല്ലോ. ഇനി അടുത്ത എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ z⁻n = 1ൻ്റെ സൊല്യൂഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ z⁻n = 1ൻ്റെ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഈ ഒരു ഇക്വേഷൻ ഹോൾഡ് ചെയ്യുന്ന ഇസഡുകളാണ് സൊല്യൂഷൻസ്. അപ്പോൾ അത് ഹോൾഡ് ചെയ്യുന്ന ഇസഡുകളാണല്ലോ അതിൻ്റെ സൊല്യൂഷൻ. ഇപ്പോൾ ആ ഇസഡുകളുടെ ഫോം നമുക്ക് എങ്ങനെ കിട്ടി z = 2ikπ/n. ഇവിടെ k ആരാ k എന്ന് പറഞ്ഞാൽ കെയുടെ വേരിയേഷൻ നോക്കാം. k എന്ന് പറയുന്നത് എവിടം വരെ വേരി ചെയ്യുമെന്ന് അറിയാമോ 0 1 2 എക്സെട്ര അപ് ടു n-1 വരെ വേരി ചെയ്യും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്തുകൊണ്ടാണെന്നറിയാമോ ഇത് എന്ത് ഡിഗ്രി പവർ n ഉള്ള ഒരു ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഇതിന് മാക്സിമം എത്ര റൂട്ട്സേ വരത്തുള്ളൂ n റൂട്ട്സേ വരത്തുള്ളൂ. അപ്പം k = 0 കൊടുക്കുമ്പോൾ ഫസ്റ്റ് റൂട്ട് കിട്ടും, k = 1 കൊടുക്കുമ്പോൾ സെക്കൻഡ് റൂട്ട്, k = 3 കൊടുക്കുമ്പോൾ തേർഡ് റൂട്ട്, k = n-1 കൊടുക്കുമ്പോൾ nth റൂട്ട്. ഇത് മൊത്തത്തിൽ എത്ര കെകളുണ്ട് 1 0 1 1
1 2 3 എക്സെട്ര എത്ര വരും n വരെ വരും. മനസ്സിലായി? അപ്പോൾ എത്ര റൂട്ട്സ് ഉണ്ട്? nth റൂട്ട്സ് ഉണ്ട്. അല്ലെങ്കിൽ n സൊല്യൂഷൻസ് ഉണ്ട് ഈ ഒരു ഇക്വേഷന്. ആ സൊല്യൂഷൻസാണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഇവിടെ കേക്ക് 0 കൊടുക്കുമ്പോൾ z = e0 എന്നാവും. e0 എന്താ 1. കേക്ക് 1 കൊടുക്കും. ഇനി അടുത്ത് എന്ത് കൊടുക്കും? കേക്ക് എന്ത് കൊടുക്കും? നമ്മൾ 1 കൊടുക്കും. 1 കൊടുക്കുമ്പോൾ z = 2i × 1 × π/n. 2i × 1π എന്താ? 2i π/n. k = 2 കൊടുക്കുമ്പോൾ z = എന്തെന്ന് നമുക്ക് കിട്ടും? e2i × 2π/n. 2i × 2 എന്താ മക്കളെ? 2i × 2 എന്താ? 4i അല്ലേ? 2i × 2i എന്താ? 4i. അപ്പോൾ ഇവിടെ എന്ത് വരും? e4i π/n. അതുപോലെ e2i × n - 1 × π/n എങ്ങനെ വരും? കേക്ക് n-1 കൊടുക്കുമ്പോൾ എന്തെങ്ങനെ ആവും? e2i n-1 × π/n. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ഈ രണ്ടാമത് k = 1 കൊടുത്ത ആ വാല്യൂവിനെ നമ്മൾ k = 1 കൊടുത്തപ്പം കിട്ടിയ വാല്യൂ ഇല്ലേ e2i πn, അതിനെ ഞാൻ ഒമേഗ എന്ന് വിളിക്കുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഇത് w അല്ല, ഒമേഗ. എന്താ? ഒമേഗ. അത് ഞാൻ ഒമേഗ എന്ന് അസൈൻ ചെയ്യും. ഓക്കെ, അങ്ങനെയെങ്കിൽ ഒമേഗ² എന്ത് വരും എന്ന് നോക്കാം. ഒമേഗ എന്ന് പറയുന്നത് e2i π/n ആയിട്ട് എടുത്തു. അപ്പോൾ ഒമേഗ² എന്ന് പറഞ്ഞാൽ എന്താ? ഇത് തൊട്ട് മുകളിൽ എഴുതി e2i π/n സ്ക്വയർ ചെയ്യുന്നത്. a⁻m എന്താ? m × n, ദാറ്റ് ഈസ് 2i π/n × 2. 2i × 2 എന്താ മക്കളെ? 4i. ദാറ്റ് ഈസ് e4i π/n എന്ന് പറഞ്ഞ് വരും. അതൊരു റൂട്ടായിട്ട് എവിടെ കിട്ടിയിട്ടില്ലേ? ഇവിടെ ഒരു റൂട്ടായിട്ട് കിട്ടിയിട്ടില്ലേ? അത് കിട്ടിയിട്ടില്ലേ ഇവിടെ? ഇനി നമുക്ക് നോക്കാം. എന്നാൽ അതുപോലെ ഒമേഗ⁻n നോക്കുമ്പോഴോ, ഒമേഗ⁻n എന്ന് പറഞ്ഞാൽ ഈ ഒമേഗ⁻n എടുക്കും. ഒമേഗ ആരായിരുന്നു? e2i π/n. അതിനെ nth പവർ എടുക്കുമ്പോൾ ഒമേഗ⁻n കിട്ടും. ദാറ്റ് ഈസ് e2i π/n ഇല്ലേ? ഓക്കെ, a⁻m എന്താ? m × n, ദാറ്റ് ഈസ് e2i π/n/n. അപ്പോൾ എന്നും എന്നും എന്ത് ചെയ്യും? ക്യാൻസലായി പോകും. ഈ എന്നും ക്യാൻസലായി പോകും. എന്ത് കിട്ടും? e2i π. അപ്പോൾ e2i π കണ്ടുപിടിക്കാം. അതിനെ എങ്ങനെ എടുത്താൽ e2i ഇല്ലേ? e⁻θ എന്താ? cos θ + i sin θ. ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് 2π വന്നിരിക്കുന്നു. സോ cos 2π + i sin 2π. cos 2π 1 ആണ്, sin 2π 0 ആണ്. സോ 1 + i × 0 എന്ന് കിട്ടും നമുക്ക് 1. അതായത് ഒമേഗ⁻n എന്ന് പറയുന്നത് എന്താ? 1. അപ്പോൾ റൂട്ട്സ് ആരൊക്കെയാണ്? 1. ഒമേഗ⁻n തൊട്ട് മുന്നിലുള്ള റൂട്ട് എന്താ? ഒമേഗ⁻n - 1. അതിന് തൊട്ട് മുന്നിലുള്ള റൂട്ട് എന്താ? ഒമേഗ⁻n - 2. എവിടെ വരെ വരും? ഒമേഗ², ഒമേഗ. അപ്പോൾ റൂട്ട്സ് ആരൊക്കെയാണ്? 1, ഒമേഗ, ഒമേഗ², ഒമേഗ⁻n - 1. അതായത് z⁻n = 1 എന്ന് പറയുന്ന ഇക്വേഷൻസിൻ്റെ റൂട്ട് ആരൊക്കെയാണ്? അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് ആരൊക്കെയാണ്? 1, ഒമേഗ, ഒമേഗ² എക്സെട്ര ഒമേഗ⁻n - 1. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? nth റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് വിളിക്കും. അതായത് z⁻n = 1ൻ്റെ റൂട്ട്സ് ആണ് ആര്? 1, ഒമേഗ, ഒമേഗ² എക്സെട്ര ഒമേഗ⁻n - 1. ഓക്കെ, ഒമേഗ എന്ന് പറയുന്നത് എന്താ? e2i π/n ആണ്. ഒമേഗ², ഇതാണ് ഒമേഗ⁻n 1 ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു ഇക്വേഷൻ്റെ റൂട്ട്. ഇനി ഈ റൂട്ട്സ് എല്ലാം, ഈ nth റൂട്ട്സുകളെല്ലാം കൂടി സം ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 0 കിട്ടും. ക്ലിയർ ആയോ? ഇനി അതിൻ്റെ ഒരു ഫിഗറും കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ z⁻n = 1ൻ്റെ ഇക്വേഷൻസ് ആരൊക്കെയാണ്? z⁻n = 1 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ റൂട്ട്സ് ആണ് nth റൂട്ട്സ് ഓഫ് യൂണിറ്റി. z⁻n = 1 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണ്, അല്ലെങ്കിൽ റൂട്ട്സ് ആണ് nth റൂട്ട്സ് ഓഫ് യൂണിറ്റി. ആ nth റൂട്ട്സ് ഓഫ് യൂണിറ്റി ആണ് ആര്? z = e2i k π/n. കെയുടെ വേരിയേഷൻ എന്താ? 0, 1, 2 എക്സെട്ര n - 1 എന്ന് വെച്ചാൽ എത്ര റൂട്ട്സ് ഉണ്ട്? n റൂട്ട് ഇവിടെ കിട്ടും എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ഇതിനെ തന്നെയാണ് മറ്റൊരു തരത്തിൽ നമ്മൾ ഒമേഗ1, ഒമേഗ, ഒമേഗ² എക്സെട്ര ഒമേഗ⁻n - 1 നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിപ്പോൾ z⁻n = 1, ഇതേപോലെ z³ = 1, z⁴ = 1, അങ്ങനത്തെ ഉള്ള ഒരുപാട് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് കണ്ടുപിടിക്കാം. z³ = 1 ആകുമ്പോൾ എത്ര റൂട്ട്സ് വരും? മാക്സിമം 3 റൂട്ട്സ്. ഏതൊക്കെ വരാം? 1, ഒമേഗ, ഒമേഗ². z⁴ = 1 ആകുമ്പോൾ എത്ര റൂട്ട്സ് വരും? 4 റൂട്ട്സ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഒരു ഫിഗർ വരച്ചോണം. അടുത്തതെന്ന് പറഞ്ഞാൽ സോൾവ് ദ ഇക്വേഷൻ z³ = 1. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്നു? z³ എന്ന് പറയുന്ന ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്നു. z³ = 1. എന്നിട്ട് റീറൈറ്റ് ചെയ്യാമല്ലോ. 1നെ എങ്ങനെ എഴുതാം നമുക്ക്? നമ്മൾ കണ്ടതാണ് 1നെ എങ്ങനെ എഴുതാം? e2i k π. അപ്പോൾ ഈ ഇക്വേഷൻ എന്താവും? z³ = e2i k π ആണല്ലോ. z⁻n = 1 ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണ്? z = e2i π π/n അല്ലേ അതിൻ്റെ സൊല്യൂഷൻസ്?
2i k pi by n അല്ലേ എൻ്റെ സൊല്യൂഷൻസ്? ആണല്ലോ. 2i k pi by n അല്ലേ സൊല്യൂഷൻസ്? ഇവിടെ n എന്താ? 3 ആണ് അല്ലേ? ഇവിടെ n എന്തായിരുന്നു? z റേസ് ടു n. ഇവിടെ n എന്താ? ഇവിടെ z ക്യൂബ് ഈക്വൽ ടു ആണ്. അപ്പോൾ ഇവിടെ n എന്താ? 3. അപ്പോൾ ആ ഇസഡുകൾ എങ്ങനെ വരും? z ഈസ് ഈക്വൽ ടു e റേസ് ടു 2i k pi by 3. കെയുടെ എത്ര റൂട്ട്സ് വരും? 3 റൂട്ട്സ്. അപ്പോൾ k ഇവിടെ മുതൽ വേരി ചെയ്യും. 0 മുതൽ 3 റൂട്ടല്ലേ? അപ്പോൾ 0 1 2. നാലാമത്തെ വരുമില്ല. 0 1 2. ഇനി ഓരോ റൂട്ട് കണ്ടുപിടിക്കണം. ഈ കേക്ക് ഓരോ വാല്യൂ എടുത്ത് k ഈക്വൽ ടു 0 ആകുമ്പോൾ ഇപ്പോൾ k ഈക്വൽ ടു 0 എടുക്കുമ്പോൾ ഈയുടെ പവർ അങ്ങ് 0 ആവും. ദാറ്റ് ഈസ് e റേസ് ടു 0. e റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. ഇനി കേക്ക് 1 കൊടുക്കുമ്പോൾ e റേസ് ടു 2i ഇൻറ്റു 1 പൈ ബൈ 3. ദാറ്റ് ഈസ് e റേസ് ടു 2i പൈ ബൈ 3. ഇനി കേക്ക് 2 എടുക്കുമ്പോൾ എന്ത് കിട്ടും? z ഇസ് ഈക്വൽ ടു e റേസ് ടു 2i ഇൻറ്റു 2 പൈ ബൈ 3. ദാറ്റ് ഈസ് e റേസ് ടു 2i ഇൻറ്റു 2 എന്താ? 4i ഇൻറ്റു പൈ ബൈ 3 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ഇതിനെ ഒമേഗ എന്ന് വിളിക്കുന്നു. ഏതിനെ നമ്മൾ ഒമേഗ എന്ന് വിളിക്കുന്നത്? 2i പൈ ബൈ 3നെ നേരത്തെ കണ്ടതുപോലെ ഒമേഗ എന്ന് വിളിക്കുന്നു. ഒരു ഒമേഗ സ്ക്വയർ നമ്മൾ ചെയ്യുമ്പോൾ ഈ 2i പൈ ബൈ 3 ഹോൾ സ്ക്വയർ, അതായത് 2 ഇൻറ്റു 2i പൈ ബൈ 3 ഇൻറ്റു 2, അതായത് 4i ബൈ 3. അതല്ലേ ഈ റൂട്ട്. ഇനി ഒമേഗ ക്യൂബ് നോക്കുമ്പോൾ e റേസ് ടു 2i പൈ ബൈ 3 ഹോൾ ക്യൂബ്, ദാറ്റ് ഈസ് e റേസ് ടു 2i പൈ ബൈ 3 ഇൻറ്റു 3. ഈ 3യും ക്യാൻസലായി പോകും. എന്നിട്ട് e റേസ് ടു 2i പൈ കിട്ടും. e റേസ് ടു 2i പൈ എന്താ? 1 ആണ്. തൊട്ട് മുന്നേ കണ്ടു. അപ്പം 1ഉം ഇവിടുത്തെ റൂട്ട്സും ഒക്കെ 1. ആ 1 തന്നെയല്ലേ ഇവിടെ വന്നത്? ഇവിടുത്തെ റൂട്ട്സ് ആരൊക്കെയാണ്? ആ 1 തന്നെയല്ലേ ഇവിടെ വന്നത് അല്ലേ? പിന്നെ അടുത്ത റൂട്ട് ആരാ വന്നത്? 2i പൈ ബൈ 3. അതല്ലേ നമ്മൾ ഒമേഗ ആയിട്ട് എടുത്ത്. അടുത്ത റൂട്ട് എന്താ? e റേസ് ടു 4i ബൈ 3. അതല്ലേ ഒമേഗ സ്ക്വയർ. അപ്പം റൂട്ട്സ് ആരൊക്കെയാണ്? 1 ഒമേഗ സ്ക്വയർ. അപ്പം ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി ആരൊക്കെയാണ്? 1 ഒമേഗ സ്ക്വയർ. ആൻഡ് മോറോവർ 1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത് നോട്ട് ചെയ്തോ. ക്ലിയർ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യും.